വർഗീയവാദി മറക്കില്ല. ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കും. വർഗീയവാദി മറക്കില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. AYF സിന്ദാബാദ്. AYF സിന്ദാബാദ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ രാജ്യത്തിനകത്ത് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന RSSന്റെ വർഗീയവാദിയായിട്ടുള്ള വിഷലിപ്ത ആശയങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പേപ്പട്ടിയുടെ സ്വഭാവമുള്ള TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്ത RSS കോൺഗ്രസ് ഒത്തുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് AYF ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ മതേതരത്വം അപകടപ്പെടുത്തുന്ന ഏതൊരു സാഹചര്യത്തിലും ഈ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ശക്തമായ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് പോലും ഉച്ചരിക്കുവാൻ നമുക്കൊരു പക്ഷേ അറപ്പുളവാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും? മനുഷ്യത്വമുള്ള ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ വാക്കുകൾ പറയാൻ കഴിയുമെന്ന് കേരള ജനത ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തന്നെ വരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ആ പരാതി കൊടുക്കുവാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും എല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി RSSന്റെ പ്രചാരകനാണ്, RSSന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് എന്നുള്ളത്, നിയമം എങ്ങനെയെല്ലാം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടണമെന്നുള്ളതും നിയമം എങ്ങനെയാണ് ഓരോരുത്തരെയും ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പല ചാനൽ ചർച്ചകളിലും എല്ലാം വന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത്തരം വർഗീയ വിഷം തുപ്പുന്ന ഒരുപാട് പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റേതായി പല യൂട്യൂബ് ചാനലുകളിലുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ TG മോഹൻദാസിനെ അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ അദ്ദേഹം ഏറ്റവും ഹീനമായ ഒരു പ്രസ്താവന, അദ്ദേഹത്തിന് വിയോജിക്കുവാനായിട്ട് ഡൽഹിയിൽ നടന്ന സമരമുണ്ട്. ആ സമരത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ സമരം നടന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുത്ത സമരമായിരുന്നു. 36 ദിവസക്കാലം ജന്തർ മന്ദറിൽ നടന്ന സമരം. ഈ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വിദ്യാർത്ഥികൾ ഉയർത്തിയ, ആ മക്കൾ ഉയർത്തിയ, കുട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവരുടെ സമരരീതി എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു കൈയിൽ രാജ്യത്തിന്റെ ഭരണഘടന പിടിച്ചുകൊണ്ട് മറു കൈയിൽ ഒരു റോസാപ്പൂവും ചൂടിക്കൊണ്ട് അവിടെ ജന്തർ മന്ദറിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. അത് ആ വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ലായിരുന്നു, മറിച്ച് ഇനി വരാൻ പോകുന്ന തലമുറകളെ എല്ലാം ബാധിക്കുന്ന, ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചത്. നീറ്റ് പരീക്ഷയും UGC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എത്രയോ നാളുകളായി ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര നാളത്തെ, എത്ര വർഷത്തെ ആ വിദ്യാർത്ഥിയുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും എല്ലാം കഷ്ടപ്പാടാണ് ആ പരീക്ഷാ ദിനത്തിൽ അവന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അങ്ങനെ രാജ്യത്തെ പരീക്ഷാ സംവിധാനങ്ങളെ എല്ലാം കൂടി ഏകീകരിപ്പിക്കുന്നതിന് വേണ്ടി, സുതാര്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചത്.
അങ്ങനെ ആ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ചോരുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തു. വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി അവർ സമരം ചെയ്തു. അവരെ അടിച്ചമർത്തുവാൻ തീരുമാനിക്കുമ്പോൾ ആ സമരത്തിന് മുന്നിൽ അടിച്ച പോലീസുകാർക്ക് അവർ തിരികെ റോസാപ്പൂ നൽകിക്കൊണ്ട് ആ സമരത്തിന്റെ സന്ദേശം എന്താണ് എന്ന് അവർ പറയുകയുണ്ടായി. തല്ലാൻ വരുന്ന പോലീസുകാർക്ക് മുമ്പിൽ ജനഗണമന ചൊല്ലിക്കൊണ്ട് രാജ്യസ്നേഹം എന്താണ് എന്ന് അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. ആ വിദ്യാർത്ഥികളെ കുറിച്ച് 17ഉം 18ഉം വയസ്സ് മാത്രമുള്ള ആ വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിന്റെ പരീക്ഷാ സംവിധാനം അട്ടിപ്പറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഡാർക്ക് വെബ് പോലുള്ള സൈറ്റുകളിൽ 6 ലക്ഷം രൂപയ്ക്കും 7 ലക്ഷം രൂപയ്ക്കും വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയാണ് ആ വിദ്യാർത്ഥികൾ സമരത്തിന് പോയത്. അവിടെയാണ് കേന്ദ്ര സർക്കാർ അവരെ അടിച്ചമർത്തുവാൻ തീരുമാനിച്ചത്. അവർ നടത്തിയ സഹന സമരമുണ്ട്. ആ സമരത്തിനകത്ത് പങ്കെടുത്ത പെൺകുട്ടികളുണ്ട്. നമ്മുടെയെല്ലാം വീടുകളിൽ നിന്ന് ഉൾപ്പെടെ പോയ ചെറിയ മക്കളുണ്ട്. 17ഉം 18ഉം 20ഉം വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ പോയി അവിടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ മഹാൻ പറയുന്നത്, ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്, അവിടെ പോയ പെൺകുട്ടികളെല്ലാം ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട് എങ്ങനെയെങ്കിൽ അയാൾ മനുഷ്യനാണോ എന്നുള്ളത് അയാൾ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. ഞങ്ങൾ അതിന് മാർക്കിടാനൊന്നും പോകുന്നില്ല. TG മോഹൻദാസിന് മാർക്കിടാനൊന്നും AIVF എന്ന് പറയുന്ന സംഘടന പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ